സെപ്റ്റംബർ 8, 23-ാം ആഴ്ചയിലെ തിങ്കളാഴ്ച, പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജന്മത്തിരുനാൾ. മത്തായി 1 മുതൽ 16, 18 മുതൽ 23 വരെയും ഉള്ള വാക്യങ്ങൾ. ഇന്ന് സെപ്റ്റംബർ 8-ാം തീയതി നമ്മുടെ മാതാവിൻ്റെ ജന്മത്തിരുനാളിൽ സുവിശേഷം നമുക്ക് യേശുവിൻ്റെ വംശാവലി അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് നൽകുന്നു. നമ്മുടെ ജനന സർട്ടിഫിക്കറ്റിൽ നമ്മുടെ പേരും മാതാപിതാക്കളുടെ പേരും പിന്നെ തലതൊട്ടപ്പൻ്റെയും തലതൊട്ടമ്മയുടെയും പേരുകളുണ്ട്. എന്നാൽ യേശുവിൻ്റെ ജനന സർട്ടിഫിക്കറ്റിൽ നിരവധി പേരുകളുണ്ട്. അക്കാലത്ത് വംശാവലിയിൽ പുരുഷന്മാരുടെ പേരുകൾ മാത്രമേ സൂചിപ്പിച്ചിരുന്നുള്ളൂ. എന്നാൽ യേശുവിൻ്റെ പൂർവികരിൽ 5 സ്ത്രീകളെയും മത്തായി പരാമർശിക്കുന്നത് ആശ്ചര്യകരമാണ്. താമാർ, റാഹാബ്, റൂത്ത്, ഊറിയായുടെ ഭാര്യ, പിന്നെ മറിയം. വംശാവലിയുടെ തുടക്കത്തിലും അവസാനത്തിലും മത്തായി യേശുവിൻ്റെ വ്യക്തിത്വം വ്യക്തമായി മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു. അവൻ ദാവീദിൻ്റെ മകനും അബ്രാഹാമിൻ്റെ മകനുമായ മിശിഹായാണ്. ദാവീദിൻ്റെ പിൻഗാമി എന്ന നിലയിൽ യഹൂദ ജനതയുടെ പ്രതീക്ഷകളോടുള്ള ദൈവത്തിൻ്റെ പ്രതികരണമാണ് യേശു. അബ്രഹാമിൻ്റെ പിൻഗാമി എന്ന നിലയിൽ ഭൂമിയിലെ എല്ലാ ജനതകൾക്കും അനുഗ്രഹത്തിൻ്റെയും പ്രത്യാശയുടെയും ഉറവിടമാണ് അവൻ. അതിനാൽ ഈ വിധത്തിൽ മത്തായിയുടെ കാലത്ത് സിറിയയിലെയും പലസ്തീനയിലെയും സമൂഹങ്ങളുടെ ഭാഗമായിരുന്ന യഹൂദന്മാർക്കും പുറജാതിയർക്കും യേശുവിൽ തങ്ങളുടെ പ്രത്യാശ പൂർത്തീകരിക്കപ്പെട്ടതായി കാണാൻ കഴിഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു എന്ന വാക്കുകളോടെയാണ് ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത്. തുടർന്ന് മത്തായി ജോസഫുമായുള്ള മറിയയുടെ വിവാഹ നിശ്ചയത്തിൻ്റെയും മറിയത്തിനൊരു കുഞ്ഞ് ജനിക്കുമെന്ന് പ്രഖ്യാപിച്ച ദൂതൻ്റെ പ്രത്യക്ഷത്തിൻ്റെയും കഥ വിശദീകരിക്കുന്നു. എന്നിരുന്നാലും മറിയയുടെ ഭർത്താവായ ജോസഫിൽ നിന്ന് അല്ല അവളുടെ കുഞ്ഞ് ഗർഭം ധരിക്കുന്നത്. മറിയം ആഴമായ വിശ്വാസമുള്ളൊരു സ്ത്രീയായിരുന്നു. അവൾ ദൈവത്തെ അറിയുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്തു. ദൈവപുത്രനെ പ്രസവിക്കാനുള്ള ദൈവത്തിൻ്റെ ആഹ്വാനത്തോട് പ്രതികരിച്ചപ്പോൾ അവൾ എതിരൊന്നും പറഞ്ഞില്ല. ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് അവൾക്കറിയില്ലായിരുന്നു. അവളുടെ ഭാവി എന്തായിരിക്കുമെന്ന് അവൾക്കറിയില്ലായിരുന്നു. പക്ഷേ ദൂതനോടുള്ള പ്രതികരണത്തിൽ അവൾ ഒട്ടും അമാന്തിച്ചില്ല. ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഇതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് തീരുമാനമെടുക്കാം എന്ന് മറിയം പറഞ്ഞില്ല. പിന്നെയോ അങ്ങ് പറഞ്ഞതുപോലെ എന്നിൽ ഭവിക്കട്ടെ എന്നാണ് മറിയം പ്രത്യുത്തരം നൽകിയത്. നമ്മളിൽ ഓരോരുത്തരും എല്ലാ ദിവസവും യേശുക്രിസ്തുവിനെ നമ്മുടെ ലോകത്തിലേക്ക് വെളിപ്പെടുത്താൻ വിളിക്കപ്പെട്ടവരാണ്. ദൈവത്തിന് നമ്മളിലൂടെ അത്ഭുതകരമായ പ്രവൃത്തികൾ ചെയ്യാൻ കഴിയുമെന്നും അത് ചെയ്യുമെന്നും നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? പ്രയാസകരമായ സമയങ്ങളിലും അല്ലാത്തപ്പോഴും ദൈവം എല്ലാ ദിവസവും നമ്മോടൊപ്പം നടക്കുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാനും ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുകയാണ്. തൻ്റെ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കാൻ ദൈവം എന്നെ തൻ്റെ ഉപകരണമായി തിരഞ്ഞെടുത്തു. 46 വർഷങ്ങൾക്ക് മുമ്പ് 1979 ഈ ദിവസം സെപ്റ്റംബർ 8-ാം തീയതി ഞാൻ ഒരു പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ടു. ഈ ഇത്രയും വർഷങ്ങൾ എൻ്റെ മേലും
ഞാൻ സേവിച്ച ജനങ്ങളുടെ മേലും ദൈവം വർഷിച്ച എണ്ണമറ്റ അനുഗ്രഹങ്ങൾക്ക് ഞാൻ അവിടത്തേക്ക് നന്ദി പറയുന്നു. മറിയത്തെ ദൈവം തിരഞ്ഞെടുത്തതുപോലെ ദൈവം നമ്മെ ഓരോരുത്തരെയും ചില പ്രത്യേക ഉദ്ദേശങ്ങൾക്കായി തിരഞ്ഞെടുക്കുന്നുണ്ട് എന്ന് നമുക്ക് സ്വയം ചോദിക്കാം. ഞാൻ ഇത് ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് കുറച്ച് സമയമെടുത്ത് ഈ വാക്കുകൾ ഉരുവിടുക. ഞാൻ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ഈ വാചകം പലതവണ ആവർത്തിക്കുക. ഈ യാഥാർത്ഥ്യം നമ്മുടെ അസ്തിത്വത്തിലേക്ക് ആഴ്ന്നിറങ്ങട്ടെ. ഞാൻ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ്. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.